Good afternoon. Good afternoon, ma'am. Okay, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയാണ് മെഡിക്കൽ എക്യുപ്മെന്റ്സ് എടുത്ത് നിർത്തിയത്? 23 വരെ അല്ലേ? EMG വരെ അല്ലേ? ഓക്കെ, ക്ലിയർ ആണോ? വായിച്ചു നോക്കിയിരുന്നോ? ഓക്കെ അല്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ്, അടുത്ത് തുടങ്ങാണ് കേട്ടോ. നെക്സ്റ്റ് വൺ ആണ് എയർവേ. എയർവേ എന്ന് പറയുന്നത് മെഡിക്കൽ ഡിവൈസ്. ഇപ്പൊ ഒരൊറ്റ ഡിവൈസ് അല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ഡിവൈസുകളെയാണ് നമ്മൾ എയർവേ അല്ലെങ്കിൽ അഡ്ജന്റ് എന്ന് പറയാറുണ്ട് കേട്ടോ. എയർവേ എന്ന് ചോദിച്ചാലും അഡ്ജന്റ് എന്ന് ചോദിച്ചാലും ഒരു ഗ്രൂപ്പ് ഓഫ് മെഡിക്കൽ ഡിവൈസുകളെയാണ് നമ്മൾ പറയുന്നത്. ഇറ്റ് ഈസ് യൂസ് ടു സസ്റ്റെയിൻ or open a patient's airway. പേഷ്യൻസിന്റെ എയർവേ ഓപ്പൺ ആക്കി നിലനിർത്താനായിട്ട് സഹായിക്കുന്ന ഉപകരണങ്ങളാണ് എയർവേ അല്ലെങ്കിൽ അഡ്ജന്റ് എന്ന് പറയുന്നത്. It does this by preventing the tongue from wrapping the epiglottis, which could prevent the person from breathing. അപ്പോ ഇപ്പൊ സർജറി ഒക്കെ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്തൊക്കെ നമ്മുടെ നാവ് ഉള്ളിലേക്ക് ഇറങ്ങി അവരുടെ എപ്പിഗ്ലോട്ടിസ്, തൊട്ട് താഴെയുള്ള ഭാഗമാണ് നമ്മുടെ ഭക്ഷണം വെള്ളമൊക്കെ ശ്വാസകോശത്തിലേക്ക് പോകുന്നതിനെ തടയുന്ന ഒരു ഭാഗമാണ് എപ്പിഗ്ലോട്ടിസ്. അപ്പൊ ആ ഒരു എപ്പിഗ്ലോട്ടിസിനെ കവർ ചെയ്യാനോ അതുവഴി ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ അത്തരം കേസുകളൊന്നും ഉണ്ടാവാതിരിക്കാൻ, അപ്പൊ സർജറിയോ കാര്യങ്ങളോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അനസ്തേഷ്യ കൊടുത്തിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ ഇത്തരം ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഒന്നും അവർക്ക് ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എയർവേ ഇടും. അതായത് അവരുടെ പേഷ്യൻസിന്റെ എയർവേ എപ്പോഴും ആ ഒരു ഡിവൈസുകൾ ഉപയോഗിച്ചുകൊണ്ട് ഓപ്പൺ ആയിട്ട് നിലനിർത്താനും ബ്രീത്തിങ് അല്ലെങ്കിൽ റെസ്പിറേഷൻ സുഗമമാക്കാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഡിക്കൽ ഡിവൈസുകളാണ് എയർവേ അല്ലെങ്കിൽ അഡ്ജന്റ് എന്ന് പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കിയ വേഗം. ഓക്കെ, നെക്സ്റ്റ് വൺ പറയാലോ. നെക്സ്റ്റ് വൺ ആണ് PFT, അതായത് പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ PFT ആർ എ സെറ്റ് ഓഫ് ടെസ്റ്റ് ദാറ്റ് മെഷർ. അപ്പൊ PFT എക്സ്പാൻഡ് ഫോം ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് എന്താണ്? That are a collection of tests that measure how ably your lungs work. ഇതൊരു ഗ്രൂപ്പ് ഓഫ് ടെസ്റ്റുകളാണ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് കളക്ഷൻ ഓഫ് ടെസ്റ്റുകളാണ് പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ലെൻസിന്റെ പ്രവർത്തനം, അതായത് നമ്മുടെ ലെൻസിന് എത്രത്തോളം നല്ല കഴിവിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഹൗ എബ്ലി യുവർ ലെൻസ് വർക്ക്, എത്രത്തോളം നന്നായിട്ട് നമ്മുടെ ലെൻസ് വർക്ക് ചെയ്യുന്നുണ്ട്, എത്രത്തോളം നല്ലൊരു കഴിവിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഒരു കളക്ഷൻ ഓഫ് ടെസ്റ്റുകളെയാണ് പൾമണറി ഫങ്ഷൻ ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. And this contains how well you are capable of breathing and how effective your lungs are able to bring oxygen to the rest of your body. അപ്പൊ എത്ര നന്നായിട്ട് നമുക്ക് ബ്രീത്തിങ് ചെയ്യാൻ, ശ്വസിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ലെങ്സ് ഉപയോഗിച്ചുകൊണ്ട് എത്ര നന്നായിട്ട് നമുക്ക് ബ്രീത്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ശ്വസിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലെങ്സിന് എത്രത്തോളം നന്നായിട്ട് ഓക്സിജനെ എടുക്കാനും നമ്മുടെ ബോഡിയുടെ ഓരോ ഭാഗങ്ങളിലേക്കും എത്തിക്കാനും എത്ര കഴിവുണ്ട്. അങ്ങനെയുള്ള ഓരോ കഴിവുകളെയും
കൃത്യമായിട്ട് ലെൻസിന് നമ്മുടെ കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട്, അതിന്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു കളക്ഷൻ ഓഫ് ടെസ്റ്റുകളാണ് പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ PFT എന്ന് പറയുന്നത്. ഇതിലൂടെ നമ്മുടെ ലെൻസ് എത്രത്തോളം നന്നായിട്ട് വർക്ക് ചെയ്യുന്നെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ എത്ര നന്നായിട്ട് നമ്മുടെ ലെൻസിന് ബ്രീത്ത് ചെയ്യാനുള്ള കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട്, അതുപോലെ തന്നെ എത്ര നന്നായിട്ട് നമ്മുടെ ലെൻസിന് ഓക്സിജനെ ബ്രിങ് ചെയ്യാനും അതുപോലെ നമ്മുടെ ബോഡിയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കാനും എത്ര കഴിവുണ്ട്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പൾമണറി ഫങ്ഷൻ ടെസ്റ്റുകൾ ഉപയോഗിക്കാവുന്നതാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കി PFT. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് യൂറോഫ്ലോ മീറ്റർ. യൂറോഫ്ലോ മീറ്റർ ആ പേരിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. യൂറോഫ്ലോ മീറ്റർ അല്ലെങ്കിൽ യൂറോഫ്ലോമെട്രി എന്ന് പറഞ്ഞാൽ ഇസ് എ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് which is used to measure the flow of urine in the course of urination. അപ്പൊ യൂറിനേഷന്റെ സമയത്ത് അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഫ്ലോ ഓഫ് യൂറിൻ എത്രയാണ്, അതിന്റെ ഒഴുക്ക് എത്രത്തോളം ഉണ്ട്, എത്ര സ്പീഡിലാണ് അത് ഫ്ലോ ചെയ്യുന്നത് എന്നൊക്കെ ആ ഒരു ഒഴുക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റ് ആണ് യൂറോഫ്ലോമെട്രി എന്ന് പറയുന്ന ആ ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക്കലി നമുക്ക് ഈ മെഷർമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെഷീനാണ് യൂറോഫ്ലോമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, the speed of urine flow is calculated electronically and evaluated how well the urinary tracts work. നമ്മുടെ ആ ഒരു യൂറിനറി ട്രാക്ട് എത്ര നന്നായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ അവരുടെ പേഷ്യൻസിന്റെ ആ ഒരു യൂറിനേഷന്റെ സമയത്ത് ആ യൂറിൻ പോകുന്ന അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഫ്ലോ എത്രയാണ്, എത്ര സ്പീഡിലാണ് യൂറിൻ ഫ്ലോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒഴുകുന്നത് എന്ന് കൃത്യമായിട്ട് ഇലക്ട്രോണിക്കലി ഈ ഒരു യൂറോഫ്ലോമീറ്ററിന്റെ പ്രസൻസിൽ അല്ലെങ്കിൽ സഹായത്തോടുകൂടി നമുക്ക് മെഷർ ചെയ്യാനും അത് ഇലക്ട്രോണിക്കലി നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാനും സാധിക്കും. അതിലൂടെ നമ്മുടെ യൂറിനറി ട്രാക്ട് എത്ര നന്നായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് യൂറോഫ്ലോമീറ്റർ. അതിനുവേണ്ടിയുള്ള ആ ഒരു പരിശോധനയെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂറോഫ്ലോമെട്രി എന്ന് പറയുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയ യൂറോഫ്ലോമീറ്റർ. ഓക്കെ ആണോ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് ബൈനോക്കുലാർ മൈക്രോസ്കോപ്പ്. The base is the support mechanism. അപ്പൊ ബൈനോക്കുലാർ മൈക്രോസ്കോപ്പിന്റെ ഭാഗങ്ങളാണ് കേട്ടോ പറയുന്നത്. ബേസ് എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് മെക്കാനിസം നൽകുന്ന ഒരു ബേസ് ഉണ്ട്. അതുപോലെ തന്നെ ബൈനോക്കുലാർ മൈക്രോസ്കോപ്പ് ഈസ് എ മൈക്രോസ്കോപ്പ് വിത്ത് എ ഹെഡ്, ഒരു ഹെഡ് ഏരിയ ഉണ്ട്. അതിൽ 2 eyepiece ലെൻസുകളുണ്ട്, 2 eyepiece ലെൻസുകളുണ്ട്. At present, binocular is generally used to refer to compound അല്ലെങ്കിൽ high power microscope എന്നാണ് നമ്മളിപ്പോ പറയാറ്. Where the 2 eyepieces view through a single objective lens. നമുക്ക് ആ ഒരു 2 ഐപീസുകളിലൂടെയും ഒരു സിംഗിൾ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ സഹായത്തോടുകൂടി നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിനെ വീക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ ബൈനോക്കുലർ മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ ആ ഒരു മൈക്രോസ്കോപ്പിന്റെ ബേസ് എന്ന് പറയുന്നത് ഒരു സപ്പോർട്ട് മെക്കാനിസം നൽകുന്നതാണ്. അതുപോലെ തന്നെ ഹെഡിന്റെ ഭാഗത്തായിട്ട് 2 ഐപീസസ് ഉണ്ട്. ആ ഒരു 2 ഐപീസ് ലെൻസുകളുടെ ഇപ്പൊ നിലവിൽ നമ്മള് ബൈനോക്കുലർ മൈക്രോസ്കോപ്പിനെ നമ്മള് കോമ്പൗണ്ട് അല്ലെങ്കിൽ ഹൈ പവർ മൈക്രോസ്കോപ്പുകളായിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. അത്തരത്തിലുള്ളവയാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു 2 ഐപീസ് ലെൻസുകളുടെയും ഒരു സിംഗിൾ ഒബ്ജക്റ്റീവ് ലെൻസിലൂടെ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിനെ നിരീക്ഷിക്കാനായിട്ട് സാധിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ബൈനോക്കുലർ മൈക്രോസ്കോപ്പ്.
ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് സെൻട്രിഫ്യൂജ്. ഈ ഒരു ഉപകരണം കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? സെൻട്രിഫ്യൂജ് ലാബുകളിലൊക്കെ ചെല്ലുമ്പോ കണ്ടിട്ടുണ്ടോ അവിടെ ഇരിക്കുന്നേ? ലാബിൽ കണ്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ സെൻട്രിഫ്യൂജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ്. That is used to separate fluids, gas or liquid. Fluid or gas or liquid ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സെൻട്രിഫ്യൂജ്. ഇപ്പൊ നമുക്ക് ബ്ലഡ് ഒക്കെ ആണെങ്കിലും ബ്ലഡിന്റെ കമ്പോണൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ ഇതൊക്കെ ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സെൻട്രിഫ്യൂജിന്റെ സഹായത്തോടുകൂടി സാധിക്കും. ബേസ്ഡ് ഓൺ ദിയർ ഡെൻസിറ്റി, ആ ഒരു വസ്തുവിന്റെ സാന്ദ്രതയ്ക്കനുസരിച്ച് നമുക്ക് ഫ്ലൂയിഡ്സോ ലിക്വിഡ്സോ ഗ്യാസസോ ഒക്കെ നമുക്ക് അതിലെ കമ്പോണൻസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത്. Then separation is attained by spinning a vessel that contains material at high speed. The centrifugal force propels heavier materials to the outside of the vessel എന്നല്ല, ശരിക്കും ലോവർ സൈഡ് ഓഫ് ദ വെസൽ ആണ്. ഇപ്പൊ നോക്കിയേ, ഇവിടെ സെൻട്രിഫ്യൂജ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഒരു പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സെന്ററിൽ ഒരു ഹോള് പോലെ കാണാം അല്ലെ? അവിടെ ഒരു സ്പിന്നിങ് വെസൽ ഉണ്ട്, അതായത് ഒരു കറങ്ങുന്ന ഒരു പാത്രം. ആ ഒരു പാത്രത്തിനുള്ളിൽ ടെസ്റ്റ് ട്യൂബുകളിലാക്കിയിട്ട് നമുക്ക് ഈ ഫ്ലൂയിഡ്സ് എന്ത് ചെയ്യാം? വെച്ചു കൊടുക്കാം. അങ്ങനെ ഫ്ലൂയിഡ്സ് വെച്ചു കൊടുത്തു കഴിയുമ്പോ അതൊരു ഹൈ സ്പീഡില്, ഉയർന്ന സ്പീഡില് ഇത് എന്ത് ചെയ്യുന്നു? ഈ ഒരു മെറ്റീരിയൽ അടങ്ങിയ ആ ഒരു സ്പിന്നിങ് വെസൽ റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന അത് ആ ഒരു സ്പീഡ് വഴി ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അല്ലെങ്കിൽ ആ ഒരു അപകേന്ദ്ര ഫലത്താല് ഹെവിയർ മെറ്റീരിയൽസ് താഴേക്കും ലൈറ്റർ ആയിട്ടുള്ള ലോവർ മെറ്റീരിയൽസ് മുകളിലേക്കും വരും. ഇപ്പൊ വാട്ടറിന്റെ അല്ലെങ്കിൽ ബ്ലഡിന്റെ ആണെങ്കിൽ പ്ലാസ്മയാണ് വാട്ടറി ഫ്ലൂയിഡ് പാർട്ട് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ അത് ഏറ്റവും മുകളിലായിരിക്കും. അതിനുശേഷം അതിന് ഹെവിയർ ആയിട്ടുള്ളവ അങ്ങനെ ഓരോ ലെയർ ആയിട്ട് ഇത് എന്ത് ചെയ്യും? നമുക്ക് അടിഞ്ഞുകൂടി കിട്ടും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ നമുക്ക് എളുപ്പത്തിൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഫ്ലൂയിഡ് പാർട്ട് മാറ്റാം. RBC ആണെങ്കിൽ RBC മാറ്റാം, WBC ആണ് മാറ്റാം. അത് ആ ഒരു ഹെവിയർ, അതിന്റെ ആ ഒരു ഡെൻസിറ്റി അല്ലെങ്കിൽ ആ വസ്തുവിന്റെ സാന്ദ്രതയ്ക്ക് അനുസരിച്ച് കൃത്യമായ അപ്പൊ ആ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വഴിയാണ് അത് അത്രയും ഹൈ സ്പീഡിൽ സ്പിൻ ചെയ്യുന്നു അല്ലെങ്കിൽ ആ ഒരു വെസലിൽ കറക്കുന്നത് വഴി കൃത്യമായിട്ട് നമുക്ക് അത് ഓരോ ലെയർ ആയിട്ട് അത് ഓരോ ഹെവിയർ ആയിട്ടുള്ള മെറ്റീരിയൽസ് താഴെയും ലോവർ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്ര ലൈറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് മുകളിലേക്ക് അങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ലബോറട്ടറി ഇൻസ്ട്രുമെന്റ് ആണ് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയ സെൻട്രിഫ്യൂജ് ചോദിക്കാറുണ്ട് കേട്ടോ. സെൻട്രിഫ്യൂജ് ചോദിക്കാറുണ്ട്, ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് കേട്ടോ. ഒന്ന് നോട്ട് ചെയ്യണം. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് മിനി റോട്ടറി ഷെയ്ക്കർ എന്നാണ് കേട്ടോ. ഷെയ്ക്ക് എന്ന് കൊടുത്തിട്ടുള്ളൂ, ഷെയ്ക്കർ എന്നാണ്. നിങ്ങളുടെ ഇതിൽ കറക്റ്റ് അല്ലെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്തിരുന്നേ. ഷെയ്ക്കർ എന്നാണ് കേട്ടോ, മിനി റോട്ടറി ഷെയ്ക്കർ. It helps to mix fluids in test tube and glass vessels of different volume. അപ്പൊ പല വോളിയത്തിലുള്ള ടെസ്റ്റ് ട്യൂബുകളിലോ ഗ്ലാസുകളിലോ ഗ്ലാസ് വെസൽസിലോ ഉള്ള ഡിഫറെന്റ് വോളിയത്തിലുള്ള ഫ്ലൂയിഡുകൾ തമ്മിൽ മിക്സ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഉപകരണമാണ് മിനി റോട്ടറി ഷേക്കർ എന്ന് പറയുന്നത്. And these shakers find application in pathology, microbiology, chemistry and molecular biology. അപ്പൊ ഇത്രയും മേഖലകളിൽ പല ആപ്ലിക്കേഷൻസിൽ ഇപ്പോ എന്താണ് പല റിസർച്ചുകൾ നടത്താനോ എക്സ്പെരിമെന്റുകൾ നടത്തുന്ന ഭാഗമായിട്ടോ ഒക്കെ പാത്തോളജി രോഗനിർണയം നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഇവിടെ പല സ്റ്റഡീസുമായി ബന്ധപ്പെട്ടോ ഒക്കെ നമുക്ക് ഈ ഒരു മിനി റോട്ടറി ഷേക്കർ ആപ്ലിക്കബിൾ ആണ് അല്ലെങ്കിൽ സഹായപ്രദമാണ്. അപ്പൊ ഇത് നമുക്ക് പല ടെസ്റ്റ് ട്യൂബിലെ ആയിക്കോട്ടെ ഗ്ലാസ് വെസലുകളിലെയോ ഡിഫറെന്റ് വോളിയത്തിലുള്ള
ഫ്ലൂയിഡുകൾ മിക്സ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് മിനി റോട്ടറി ഷേക്കർ. അത് ഒരുപാട് സ്ഥലങ്ങളിൽ ആപ്ലിക്കബിൾ ആണ്. പാത്തോളജി ഏരിയയിൽ, മൈക്രോബയോളജി, കെമിസ്ട്രി, മോളിക്കുലർ ബയോളജി മുതലായിട്ടുള്ള ആപ്ലിക്കേഷൻ ലെവലിലുള്ള എല്ലാ ഏരിയാസിലും സ്റ്റഡീസുമായി ബന്ധപ്പെട്ടോ റിസർച്ചുകളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പലതരത്തിലുള്ള എക്സ്പെരിമെന്റുകളുമായി ബന്ധപ്പെട്ടോ ഒക്കെ ഫ്ലൂയിഡ്സ് മിക്സ് ചെയ്യാനും ഷേക്ക് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ഈ മിനി റോട്ടറി ഷേക്കേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. വായിച്ചു നോക്കി മിനി റോട്ടറി ഷേക്കർ. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ത്രെഡ് മില്ല്. ഇതാണ് മിനി റോട്ടറി ഷേക്കർ. മിനി റോട്ടറി ഷേക്കർ എന്ന് പറഞ്ഞാല് നമ്മുടെ മിക്സ് ഫ്ലൂയിഡ്സ് ടെസ്റ്റ് ട്യൂബിലായിക്കോട്ടെ ഗ്ലാസ് വെസൽസിലേക്ക് ഡിഫറെന്റ് വോളിയത്തിലുള്ള ഫ്ലൂയിഡുകൾ, പല വോളിയത്തിലുള്ള ഫ്ലൂയിഡുകളെ തമ്മിൽ മിക്സ് ചെയ്യാനായിട്ട് സഹായിക്കും. ഷേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷേക്കേഴ്സ് ഇല്ലേ, നമ്മുടെ വീട്ടിലെ ജ്യൂസിന്റെ ഒക്കെ ജാറുകൾ പോലുള്ള ഷേക്കേഴ്സ് ഇല്ലേ, അതുപോലെ തന്നെ പല ടെസ്റ്റ് ട്യൂബിലെ ആയിക്കോട്ടെ ഗ്ലാസ് വെസലിലെയോ ഡിഫറെന്റ് വോളിയത്തിലുള്ള ഫ്ലൂയിഡുകൾ തമ്മിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഉപകരണമാണ്. അപ്പൊ അത് പാത്തോളജി, മൈക്രോബയോളജി, കെമിസ്ട്രി, മോളിക്കുലർ ബയോളജി അങ്ങനെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള സയന്റിഫിക് ഏരിയാസിലൊക്കെ റിസർച്ചിന്റെ ഭാഗമായിട്ടോ പഠനങ്ങളുടെ ഭാഗമായിട്ടോ എക്സ്പെരിമെന്റുകളുടെ ഭാഗമായിട്ടോ ഒക്കെ ഫ്ലൂയിഡുകൾ അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബിലോ ഗ്ലാസ് വെസൽസിലുള്ള ഫ്ലൂയിഡൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ് വൺ ആണ് ത്രെഡ് മില്ല്, അതായത് കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ് എന്നും കൂടി പറയാറുണ്ട് കേട്ടോ. അത് ചോദിക്കാറുണ്ട്. ഓൾസോ നോൺ ആസ് കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ്. അപ്പൊ ത്രെഡ് മിൽസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റുകൾ ചെയ്യാറുണ്ട് കേട്ടോ. ഹൃദയ സമ്മർദ്ദ പരിശോധനകൾ നടത്താറുണ്ട്. ഈ ഒരു ത്രെഡ് മിൽ ടെസ്റ്റിനെ കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ് എന്ന് കൂടി അറിയപ്പെടാറുണ്ട്. അത് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. Then this is a cardiological test that evaluate the heart capacity to respond to external stress in a controlled clinical environment. The stress response is persuaded by excited or by drug stimulation. ഇവിടെ ഈ കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ് അല്ലെങ്കിൽ ഇതൊരു കാർഡിയോളജിക്കൽ ടെസ്റ്റ് ആണ്. അപ്പൊ ആ പേഷ്യന്റിന്റെ ഹാർട്ടിന്റെ കപ്പാസിറ്റി ആണ് നമ്മൾ ഇതിലൂടെ വിലയിരുത്തുന്നത്. അതായത് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സ്ട്രെസ്, ഇതിപ്പോ എന്തെങ്കിലും ഒരു മരുന്നുകളിലെ ഒരു ഡ്രഗ് സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ ഒരു ഉത്തേജനം നടത്തിയിട്ട് ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ക്ലിനിക്കൽ എൻവയോൺമെന്റില് ആ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ആ ഒരു ബാഹ്യ സമ്മർദ്ദത്തോട് അവരുടെ ഹൃദയത്തിന്റെ കപ്പാസിറ്റി, അതിനോടുള്ള ആ ഒരു ഹാർട്ടിന്റെ കപ്പാസിറ്റി പ്രതികരിക്കാനുള്ള ആ ഒരു പ്രതികരണത്തിന്റെ കഴിവ് എത്രത്തോളം ഉണ്ടെന്നാണ് നമ്മൾ നോക്കുക. ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു ക്ലിനിക്കൽ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഉണ്ടായിരിക്കും. അവിടെ കൃത്യമായിട്ടൊരു ത്രെഡ്മില്ലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അതിനോടൊപ്പം ഒരു കൃത്യമായിട്ട് ഒരു ടെക്നീഷ്യനും കാര്യങ്ങളും ഒക്കെ അതിന്റെ പ്രസൻസിൽ ഉണ്ടായിരിക്കും. ഇവർ ഈ ഒരു ത്രെഡ്മില്ല് വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് കൃത്യമായ സമയപരിധിയും ടൈം പീരീഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. കൃത്യമായ സ്പീഡും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ അവർക്ക് ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ ഒരു ഉത്തേജനവും നൽകിയിട്ടുണ്ടാവും. ഇതിന്റെ പ്രസൻസിൽ ഒരു കൺട്രോൾഡ് എൻവയോൺമെന്റ് ആണ്. ഇതിന്റെ പ്രസൻസിൽ അവർ ആ ട്രെഡ്മില്ല് യൂസ് ചെയ്യുന്ന സമയത്ത് അവരുടെ ECGയും അവരുടെ ബ്ലഡ് പ്രഷറും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇലക്ട്രോഡ്സും കാര്യങ്ങളും ഒക്കെ പ്ലേസ് ചെയ്ത് ആ ഒരു ECG ബ്ലഡ് പ്രഷറിന്റെ ആ ഒരു പ്രഷർ പഫ്സും ഇൻഫ്ലേഷൻ പഫുകളും പ്രഷർ കഫും കാര്യങ്ങളൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ട്. പിക്ചർ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനായിട്ട് ഒരു ടെക്നീഷ്യനും ആ ഒരു റൂമിൽ ഉണ്ടാവും. അവരുടെ പ്രസൻസിൽ ഇവർ ഈ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ആ ഒരു ക്ലിനിക്കൽ എൻവയോൺമെന്റിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു എക്സ്റ്റേണൽ സ്ട്രെസ് അല്ലെങ്കിൽ ആ ഒരു കൃത്യമായ ടൈം പീരീഡിനുള്ളിൽ ആ ഒരു കൃത്യമായ സ്പീഡില് ആ ഒരു ത്രെഡ്മിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു സമയത്തിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ്. ചില ആളുകൾക്ക് ഹാർട്ടിന്റെ കപ്പാസിറ്റി കുറവുള്ള അല്ലെങ്കിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അല്ലെങ്കിൽ ഇപ്പൊ സർജറി കാര്യങ്ങളോ ചെയ്ത് റിക്കവർ ആയിട്ട് വന്നിട്ടുള്ള ആൾക്കൊന്നും ചിലപ്പോൾ അത് പൂർത്തിയാക്കാൻ പറ്റണമെന്നില്ല. അങ്ങനെ പൂർത്തിയാക്കാൻ പറ്റില്ലെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്യുക. അല്ല എങ്കിൽ അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആ ഒരു സമയപരിധിക്കുള്ളിൽ അവരുടെ ഹാർട്ട് ബീറ്റിലോ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങളോ വേരിയേഷൻസ് വരുന്നുണ്ടോ, ഓക്കെ ആണോ എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു ടെക്നീഷ്യന്റെ സഹായത്തോടു കൂടി മോണിറ്റർ ചെയ്യാനും മെഷർ ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നുണ്ട്. അപ്പോൾ
കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രെഡ്മിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടിന്റെ കപ്പാസിറ്റി ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്ട്രെസ്സിന്റെ അല്ലെങ്കിൽ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ എൻവയോൺമെന്റ് കൊടുത്ത് ആ ഒരു ഹാർട്ടിന്റെ കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട്, ആ ഒരു സ്ട്രെസ്സിനോടുള്ള ആ ഒരു അവരുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ പ്രതികരണം എത്രത്തോളമാണ്, അതിന്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് ആണ് കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ്, അല്ലെങ്കിൽ ഇതൊരു ട്രെഡ്മിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു കാർഡിയോളജിക്കൽ ടെസ്റ്റ് ആണ്. സ്ട്രെസ് റെസ്പോൺസ് ഈസ് പെർസീവ്ഡ് ബൈ എക്സൈറ്റ് ഓർ ബൈ ഡ്രഗ് സ്റ്റിമുലേഷൻ. ആ ഒരു സ്ട്രെസ് ആ ഒരു റെസ്പോൺസ് നമ്മൾ ഉത്തേജനം കൊടുക്കുന്ന മരുന്നുകളിലൂടെ നമ്മളൊരു സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ ഉത്തേജനം കൊടുത്തുകൊണ്ടാണ് അവർ ഈ ഒരു പ്രവർത്തനത്തിലേക്ക് നയിക്കുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കി ട്രെഡ്മിൽ അല്ലെങ്കിൽ കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ അറിയാലോ, ഗ്ലൂക്കോമീറ്റർ അല്ലേ? മിക്ക ആളുകളുടെ വീട്ടിലുള്ളതാണ് അല്ലെ, വീട്ടിലുള്ള സാധനമാണ് ഗ്ലൂക്കോമീറ്റർ. എന്തിനു വേണ്ടിയിട്ടാണ് ഗ്ലൂക്കോമീറ്റർ യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഗ്ലൂക്കോമീറ്റർ യൂസ് ചെയ്യുന്നത്? ഗ്ലൂക്കോസ് ലെവല്, നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ ലെവൽ എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ അതിന്റെ കോൺസെൻട്രേഷൻ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ നോക്കിയേ, ഗ്ലൂക്കോസ് മീറ്റർ ഇസ് എ മെഡിക്കൽ എക്യുപ്മെന്റ് which is used to determine the proper concentration of glucose in the blood. നമ്മുടെ ഓരോ പേഷ്യന്റിന്റെയും ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ ശരിയായ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അളവ് എത്രത്തോളം ഉണ്ട് എന്ന് നിർണ്ണയിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ഉപകരണമാണ് ഗ്ലൂക്കോസ് മീറ്റർ അല്ലെങ്കിൽ ഗ്ലൂക്കോമീറ്റർ എന്ന് പറയുന്നത്. It can also be a piece of glucose paper immersed into a substance and measured into the glucose chart. ഇത് ഒരു ഗ്ലൂക്കോസ് പേപ്പറിന്റെ രൂപത്തിൽ നമുക്കറിയാലോ, നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു പേപ്പർ ഉണ്ടാവും ഇല്ലേ, അതിലേക്കല്ലേ ആ ഒരു ബ്ലഡ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ശരി ആ ഒരു വിരൽ തുമ്പിൽ നിന്ന് ബ്ലഡ് എടുത്തിട്ട് ആ ഒരു പേപ്പറിലല്ലേ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നേ അല്ലെ, ഇമാസ് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ ആ ബ്ലഡ് ഈ ബുക്കോ അല്ലെങ്കിൽ അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും അല്ലെ. അത് എന്ത് ചെയ്യുന്നു, ആ ഒരു മെഷീനിലേക്ക് വെച്ചിട്ട് ആ ഒരു ഗ്ലൂക്കോസ് ചാർട്ടില് ആ ഒരു ഗിവൺ ബ്ലഡിന്റെ ആ ഒരു പ്രോപ്പർ കോൺസെൻട്രേഷൻ, ഗ്ലൂക്കോസ് കോൺസെൻട്രേഷൻ എത്രയാണ് കൃത്യമായിട്ട് നമുക്ക് സ്ക്രീനില് ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ളതാണെങ്കിൽ അതിൽ എഴുതി കാണിക്കും അല്ലെ. അപ്പൊ ഇവിടെ ഗ്ലൂക്കോസ് മീറ്റർ അല്ലെങ്കിൽ ഗ്ലൂക്കോമീറ്റർ എന്ന് പറഞ്ഞാല് ഒരു ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ പ്രോപ്പർ കോൺസെൻട്രേഷൻ എത്രത്തോളം ഉണ്ട് എന്ന് നിർണ്ണയിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് ഗ്ലൂക്കോസ് മീറ്റർ. അവിടെ നമ്മളൊരു ഗ്ലൂക്കോസ് പേപ്പർ എന്ത് ചെയ്യുന്നു, ആ ഒരു ബ്ലഡിൽ ഇമേഴ്സ് ചെയ്തിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഗ്ലൂക്കോസ് ചാർട്ടില് ഈ ഗിവൺ ആയിട്ടുള്ള നമ്മൾ തന്നിട്ടുള്ള ആ ഒരു ബ്ലഡിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഗ്ലൂക്കോസ് കോൺസെൻട്രേഷൻ എത്രയാണെന്ന് അനാലിസിസ് ചെയ്യുന്നു. വേഗം ഒന്ന് വായിച്ചു നോക്കി ഗ്ലൂക്കോമീറ്റർ. വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് ഇൻഫ്യൂഷൻ പമ്പ്. ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറഞ്ഞാൽ an infusion pump injects fluids, medication or nutrients into a patient's circulatory system. പേഷ്യൻസിന്റെ സർക്കുലേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ രക്തചംക്രമണ വ്യവസ്ഥയിലേക്ക് ഫ്ലൂയിഡുകളോ മരുന്നുകളോ അല്ലെങ്കിൽ ന്യൂട്രിയൻസ് പോഷകങ്ങളോ ഇൻജെക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കുത്തിവെക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറയുന്നത്. It is commonly used intravenously. സാധാരണയായിട്ട് നമ്മുടെ IV സിരകളിലൂടെ അല്ലെങ്കിൽ ഇൻട്രാവീനിയസ് ആയിട്ടാണ്, ഞരമ്പുകളിലൂടെയാണ് നമ്മൾ സാധാരണയായിട്ട് ഇത് ഇൻജെക്ട് ചെയ്യാറ്.
ഓൾദോ സബ്ക്യൂട്ടേനിയസ് അല്ലെ, ബിനീത് ദി സ്കിൻ, നമ്മുടെ ചർമ്മത്തിന് തൊട്ട് താഴെ അല്ലെങ്കിൽ ആ ഒരു സ്കിന്നിന് തൊട്ട് താഴെയായിട്ട് സബ്ക്യൂട്ടേനിയസ് ആയിട്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്യാറുണ്ട്. Then arteries, ധമനികളിലൂടെയും sometimes used for epidural infusion. Epidural infusion എന്ന് പറഞ്ഞാൽ the area around the spinal cord, നമ്മുടെ സ്പൈനൽ കോഡിന്റെ ചുറ്റുമുള്ള ഏരിയയിൽ. ഇപ്പൊ നമ്മുടെ എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ എന്നൊക്കെ പറഞ്ഞാല്, ഇൻഫ്യൂഷൻ എന്നൊക്കെ പറഞ്ഞാല് നമ്മുടെ ആ ഒരു സ്പൈനൽ കോഡിന്റെ സൈഡിലാണ് നമ്മുടെ സി സെക്ഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് സ്പൈനൽ കോഡിന് ചുറ്റുമുള്ള ഭാഗത്ത് ഒരു ഇഞ്ചക്ഷൻ തരാറില്ലേ, പെയിൻ റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്തരം ഇഞ്ചക്ഷൻസ് വേണ്ടിയിട്ട് ഈ ഒരു ഇൻഫ്യൂഷൻ പമ്പ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഒന്നില്ലെങ്കിൽ മെഡിസിൻസ് കൊടുക്കാനായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫ്ലൂയിഡ്സോ മെഡിസിൻസോ പ്രോട്ടീൻസോ ഒക്കെ ഒരു പേഷ്യന്റിന്റെ സർക്കുലേറ്ററി സിസ്റ്റത്തിലേക്ക്, രക്തചംക്രമണ വ്യവസ്ഥയിലേക്ക് ഇൻജെക്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പമ്പാണ് ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറയുന്നത്. അത് കോമൺലി നമ്മൾ ഇൻട്രാവീനിയസ് അല്ലെങ്കിൽ നമ്മുടെ ഐ പി പോസ് അല്ലെങ്കിൽ നമ്മുടെ ഞരമ്പുകളിലൂടെയാണ് സാധാരണയായിട്ട് ഇത് പ്രൊവൈഡ് ചെയ്യാറ്. അല്ലെങ്കിൽ സബ്ക്യൂട്ടേനിയസ് ആയിട്ട് സ്കിൻ, ചർമ്മത്തിന് തൊട്ട് താഴെയായിട്ട് അല്ലെങ്കിൽ അണ്ടർ ദ സ്കിന്നിൽ ആ ഒരു രീതിയിൽ കൊടുക്കാറുണ്ട്. ആർട്ടറീസിലൂടെ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ യൂസ്ഡ് ഫോർ എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻ, നമ്മുടെ സ്പൈനൽ കോഡിന്റെ അറൌണ്ട് ഏരിയ ആയിട്ടുള്ള അവിടെ നമുക്ക് പെയിൻ റിലീഫ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇഞ്ചക്ഷൻസിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇൻഫ്യൂഷൻ പമ്പ്. ഓക്കെ ആണോ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് എക്സ്റേ. നിങ്ങൾ പഠിച്ച കാര്യമാണ് അല്ലെ, റേഡിയോളജി സർവീസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എക്സ്റേയും സി ടി സ്കാനും MRI ഒക്കെ പഠിച്ചതാണ് അല്ലെ. എക്സ്റേ എന്ന് പറഞ്ഞാൽ സ്വിഫ്റ്റ് പെയിൻ ഫ്രീ പ്രൊസീജിയർ that is done to make images of the structures within the body, especially the bones. അല്ലെ, എക്സ്റേ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന, അതെ, ബോൺസിലേക്ക് പെയിൻ ഫ്രീ പ്രൊസീജിയർ ആണ്, വേദനരഹിതമായിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് അല്ലെ, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന വേദനരഹിതമായിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. ഇതില് to make images of the structures within the body, നമ്മുടെ ബോഡിയുടെ ഉള്ളിലുള്ള ഘടനകളെ കുറിച്ച്, നമ്മുടെ ശരീരത്തിലെ ഘടനകളെ കുറിച്ച് ഇമേജസ് എടുക്കാൻ, ഈ ചിത്രം എടുക്കാൻ, പ്രധാനമായിട്ടും പ്രത്യേകിച്ച് നമ്മുടെ ബോൺസിന്റെ തന്നെ അല്ലെ, അസ്ഥികളുടെയൊക്കെ ചിത്രങ്ങൾ എടുക്കാനാണ് സഹായിക്കുന്ന ഒരു പെയിൻ ഫ്രീ പ്രൊസീജിയർ, അല്ലെങ്കിൽ വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന വേദനരഹിതമായിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് എക്സ്റേ എടുക്കുക എന്ന് പറയുന്നത്. വായിച്ചു നോക്കിയേ, ഓൾറെഡി നിങ്ങൾ പഠിച്ച കാര്യം. Okay. Next one ആണ് CT scan. A computed tomography scan or a CT scan utilizes computer processed combinations of many X-ray measurements taken from various angles to make cross-sectional images of particular areas of a scanned object, permitting the user to observe inside the object without tear. ഒരു സി ടി സ്കാൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടോമോഗ്രാഫി സ്കാൻ, അതിന്റെ എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട് കേട്ടാ. സി ടി സ്കാൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടോമോഗ്രാഫി സ്കാൻ ഓർ സി ടി സ്കാൻ യൂട്ടിലൈസസ് ഒരു കമ്പ്യൂട്ടർ പ്രോസസ്ഡ് കോമ്പിനേഷൻ, അതായത് ഒരു ഒബ്ജക്റ്റിന്റെ പല ആംഗിളിൽ നിന്നുള്ള എക്സ്റേ മെഷർമെന്റുകള് കമ്പ്യൂട്ടറിൽ പ്രോസസ് ചെയ്ത് ഒരു ക്രോസ് സെക്ഷണൽ ഇമേജ് അല്ലെങ്കിൽ 3 ഡയമെൻഷണൽ ഇമേജ്, ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സ്കാൻഡ് ഒബ്ജക്റ്റിന്റെ ആ ഒരു 3 ഡയമെൻഷണൽ ഇമേജുകൾ കിട്ടുക. ആൻഡ് പെർമിറ്റിംഗ് ദ യൂസർ ടു ഒബ്സർവ് ഇൻസൈഡ് ദ ഒബ്ജക്ട് വിത്തൗട്ട് തിയറിംഗ്. അല്ലെ, ഇവിടെയും മുറിവുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല ഇല്ലേ,
നമ്മുടെ ആ ഒരു ആന്തരിക ഭാഗത്തെ അല്ലെങ്കിൽ ഏത് ഒബ്ജക്റ്റിന്റെയാണോ ചിത്രം കിട്ടേണ്ടത്, അല്ലെങ്കിൽ ഏത് ഒബ്ജക്റ്റിനെയാണോ നമുക്ക് നിരീക്ഷിക്കേണ്ടത്, ആന്തരികമായിട്ടുള്ള ഏത് അവയവത്തെയാണോ അല്ലെങ്കിൽ ഏത് ഒബ്ജക്റ്റിനെയാണോ നിരീക്ഷിക്കേണ്ടത്, നമുക്ക് യാതൊരുവിധ മുറിവുകളോ കീറലുകളോ ഇല്ലാതെ ആ ഉപയോഗിക്കുന്ന ആ ഒരു യൂസറിന് ഇതിനെ നിരീക്ഷിക്കാനും ഇതുവഴി സാധിക്കുന്നുണ്ട് ഇല്ലേ? അപ്പൊ കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ അല്ലെങ്കിൽ സിറ്റി സ്കാൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ പ്രോസസ് സെയിം ഒബ്ജക്റ്റിന്റെ പല ആംഗിളിൽ നിന്നുള്ള വേരിയസ് ആംഗിളിൽ നിന്നുള്ള എക്സ്റേ മെഷർമെന്റുകൾ കമ്പ്യൂട്ടറിൽ പ്രോസസ് ചെയ്തിട്ട് 3 ഡയമെൻഷണൽ ഇമേജുകളാക്കി നമുക്ക് കിട്ടുകയും അത് ഉപയോഗിക്കുന്ന യൂസറിന് ഈ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ വീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടി ആ ഒരു ബോഡിയിൽ യാതൊരുവിധ മുറിവോ അല്ലെങ്കിൽ എന്താണ് കീറലുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. വേഗം ഒന്ന് വായിച്ചു നോക്കിയ സിറ്റി സ്കാൻ. Okay. Then next one ആണ് MRI, magnetic resonance imaging. MRI, magnetic resonance imaging, makes sure of a large magnet and radio waves to observe organ structures inside the body. നമ്മുടെ ബോഡിയുടെ ഉള്ളിലുള്ള ആന്തരിക അവയവങ്ങളെയും ഘടനകളെയും കുറിച്ച് നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ചിത്രങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വലിയ ലാർജ് മാഗ്നറ്റും റേഡിയോ വേവ്സും ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് അല്ലെങ്കിൽ MRI. ഈ MRIയുടെയും എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുണ്ട് കേട്ടോ. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് നിങ്ങൾക്ക് ഓൾറെഡി ആ ചാപ്റ്ററിൽ പഠിച്ചതുകൊണ്ടാണ് എടുത്തു പറയാതിരുന്നത്. MRIയുടെയും ചോദിക്കാറുണ്ട്, എക്സ്പാൻഡഡ് ഫോം ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ MRI മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് എന്ന് പറഞ്ഞാല് നമ്മുടെ മേക്ക് ഷുവർ അവിടെ ഒരു ലാർജ് മാഗ്നറ്റും റേഡിയോ വേവ്സും ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ ബോഡിയുടെ ആന്തരിക അവയവങ്ങളെയും ഘടനകളെയും കുറിച്ച് നിരീക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ചിത്രം എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രൊസീജിയർ ആണ് മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് അല്ലെങ്കിൽ MRI. ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് മേക്ക് യൂസ് ഓഫ് MRI സ്കാൻസ് to diagnose various of conditions that affect. അപ്പോൾ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് MRI സ്കാനുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് രോഗനിർണയങ്ങൾ നടത്താറുണ്ട്. അതിൽ കുറച്ചെണ്ണമാണ് താഴെ പറയുന്ന കുറച്ച് കണ്ടീഷൻസ് ആണ്. ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്, നമ്മുടെ ശരീരത്തിലെ നമ്മുടെ ബ്രെയിനും സ്പൈനൽ കോഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് വേണ്ടി MRI ചെയ്യാറുണ്ട്. ബോൺസ് ആൻഡ് ജോയിന്റ്സ്, ബോൺസുമായി ബന്ധപ്പെട്ടും ജോയിന്റ്സുമായി ബന്ധപ്പെട്ടൊക്കെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ MRI ചെയ്യാൻ പറയാറുണ്ട്. ബ്രസ്റ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ MRI ചെയ്യാൻ സജസ്റ്റ് ചെയ്യാറുണ്ട്. ഹാർട്ട് അതുപോലെ തന്നെ അതിനോടനുബന്ധമായിട്ടുള്ള ബ്ലഡ് വെസൽസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാറുണ്ട്? അത്തരത്തിലുള്ള രോഗനിർണയം നടത്താനൊക്കെ MRI സ്കാനുകളാണ് ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് എന്ത് ചെയ്യാറ് സജസ്റ്റ് ചെയ്യാറ്. ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക്, ബോൺസ് ആൻഡ് ജോയിന്റ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക്, ബ്രസ്റ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക്, ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കൊക്കെ MRI സ്കാനുകൾ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് എന്ത് ചെയ്യാറുണ്ട്? ഉപയോഗിക്കാറുണ്ട്. അപ്പൊ വേഗം ഒന്ന് വായിച്ചു നോക്കി. MRI മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് അത് നോക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഓട്ടോക്ലേവ്. ഇതും പഠിച്ചതല്ലേ? CSSD എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഓട്ടോക്ലേവിനെ കുറിച്ച് പഠിച്ചതല്ലേ? ഓക്കെ, നോക്കിയേ. An autoclave is a mechanical device that uses high temperature steam and pressure to destroy microorganisms such as bacteria, viruses, fungus and spores on items that are put inside its pressure vessel.
Then autoclaves are commonly used as steam sterilizers in healthcare, laboratory, food and pharmaceutical industries as a steam sterilizer. So autoclave എന്ന് പറഞ്ഞാൽ ഒരു മെക്കാനിക്കൽ ഡിവൈസ് ആണ് അല്ലെ. That uses high temperature steamഉം പ്രഷറും ഉപയോഗിച്ചുകൊണ്ട് മൈക്രോ ഓർഗാനിസംസ് ആയിട്ടുള്ള ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, സ്പോർസ് എന്ന് പറഞ്ഞ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ബീജകോശങ്ങളാണ് കേട്ടോ. റിപ്രൊഡക്റ്റീവ് സെൽസ് ആണ്. അപ്പൊ ഇതിന്റെയൊക്കെ റിപ്രൊഡക്റ്റീവ് സെൽസുകള്, ബീജകോശങ്ങള്, ഫംഗസ്, വൈറസ്, ബാക്ടീരിയ മുതലായ എല്ലാ മൈക്രോ ഓർഗാനിസത്തിനെയും ഹൈ പ്രഷറിലുള്ള, ഹൈ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലുമുള്ള സ്റ്റീം ഉപയോഗിച്ചുകൊണ്ട് നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിക്കൽ ഡിവൈസ് ആണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. ആൻഡ് put inside its pressure vessel. അപ്പൊ ഏതൊക്കെ ഐറ്റംസ് ആണോ ഒരു പ്രഷർ വെസലിനുള്ള ഒരു പാത്രത്തിനുള്ളിൽ വെച്ച് കൊടുക്കുന്നത്, ആ പറയുന്ന ഐറ്റംസിലുള്ള മൈക്രോ ഓർഗാനിസത്തിലൊക്കെ ഹൈ ടെമ്പറേച്ചറിലുള്ള സ്റ്റീമും പ്രഷറും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നശിപ്പിച്ച് കളയാനായിട്ട് അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. Then autoclave are commonly used ഒരു steam sterilizer ആയിട്ടാണ് യൂസ് ചെയ്യാറ്. അതായത് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട്, ലബോറട്ടറി മേഖലയിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഫുഡ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റീം സ്റ്റെറിലൈസർ എന്ന രീതിയിൽ സ്റ്റെറിലൈസേഷൻ പ്രോസസ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിനെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ടുള്ള മെക്കാനിക്കൽ ഡിവൈസ് ആയിട്ട് ഓട്ടോക്ലേവ് പ്രവർത്തിക്കുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. Okay, next one ആണ് incubators. Incubator is an infant incubator. Is a small equipment commonly used in pediatric hospital, birthing centers and neonatal intensive care unit. ഒരു infant incubators എന്ന് പറഞ്ഞാൽ infant incubator എന്ന് പറഞ്ഞാൽ ചെറിയ ഉപകരണമാണ് അല്ലെ, സ്മോൾ എക്യുപ്മെന്റ് ആണ്. കോമൺലി അത് ഉപയോഗിക്കുന്നത് പീഡിയാട്രിക് ഹോസ്പിറ്റലുകളില്, ബർത്തിങ് സെന്ററുകളില്, നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ NICU മുതലായിടങ്ങളിലാണ് ഈ സ്മോൾ ഇൻക്യുബേറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻഫന്റ് ഇൻക്യുബേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. Possibly the most apparent function of an infant incubator is to safeguard infants during the early stage of life. ഈ ഒരു ഇൻഫൻസ് അല്ലെങ്കിൽ ജീവിതത്തിന്റെ അവരുടെ ജീവിതത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ ശിശുക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫന്റ് ഇൻക്യുബേറ്റേഴ്സിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പോസിബിലി ദ മോസ്റ്റ് അപ്പാരന്റ് ഫംഗ്ഷൻ ഓഫ് ആൻ ഇൻഫന്റ് ഇൻക്യുബേറ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടു സേഫ് ഗാർഡ് ഇൻഫന്റ്സ് ഡ്യൂറിംഗ് ദ ഏർലി സ്റ്റേജ് ഓഫ് ലൈഫ്. അപ്പൊ അവർ ജനിച്ചിട്ടുള്ള അവരുടെ ആദ്യത്തെ ആ ഒരു ജീവിത കാലഘട്ടങ്ങളിൽ അവരെ സംരക്ഷിക്കുക എന്നല്ലെങ്കിൽ അവരെ സേഫ് ഗാർഡ് ചെയ്യുക എന്നതാണ് ഒരു ഇൻഫന്റ് ഇൻക്യുബേറ്ററിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത്. ഇതൊരു സ്മോൾ ഇൻസ്ട്രുമെന്റ് ആണ്. സാധാരണയായിട്ട് പീഡിയാട്രിക് ഹോസ്പിറ്റലുകളില്, ബർത്തിങ് സെന്ററുകളിൽ, അതുപോലെ NICU ഇന്റൻസീവ് കെയർ യൂണിറ്റുകൾ മുതലായവയിലാണ് ആയിട്ട് ഇത് ഉപയോഗിക്കുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കി ഇൻക്യുബേറ്റർ. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് മെഡിക്കൽ റെഫ്രിജറേറ്റർ. Medical refrigerators are particularly designed to meet the required temperature demands for safe vaccine storage. സുരക്ഷിതമായിട്ട് നമുക്ക് വാക്സിനുകളോ കാര്യങ്ങളോ ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഹോസ്പിറ്റലിൽ കണ്ടിട്ടില്ലേ നിങ്ങൾ? മെഡിക്കൽ റെഫ്രിജറേറ്റേഴ്സ് കണ്ടിട്ടില്ലേ? വാർഡുകളോ അല്ലെങ്കിൽ വാർഡിനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് മെഡിക്കൽ ഏരിയാസുമായി ബന്ധപ്പെട്ടൊക്കെ. അപ്പൊ അവിടെ മെഡിക്കൽ റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരുപാട് മരുന്നുകള്, മെഡിസിൻസ് ഒക്കെ, നമ്മുടെ മെഡിസിൻസ് മാത്രമല്ല വാക്സിൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് റെഫ്രിജറേറ്ററിൽ സ്റ്റോർ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. കുറവ് ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അപ്പൊ അത്തരത്തില്
ആവശ്യമായിട്ടുള്ള അതായത് ടെമ്പറേച്ചർ ഡിമാൻഡുകൾക്കനുസരിച്ച് കൃത്യമായിട്ടുള്ള ടെമ്പറേച്ചർ ഡിമാൻഡുകൾക്കനുസരിച്ച് വാക്സിനും കാര്യങ്ങളൊക്കെ സേഫ് ആയിട്ട് വെക്കുന്ന ടെമ്പറേച്ചർ നൽകുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള റെഫ്രിജറേറ്റേഴ്സ് ആണ് മെഡിക്കൽ റെഫ്രിജറേറ്റേഴ്സ്. വിത്ത് ടെമ്പറേച്ചർ റേഞ്ച്. ഇനി ആ ഒരു മെഡിക്കൽ റെഫ്രിജറേറ്ററിന്റെ ആ ഒരു റേഞ്ച് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. 35 ഡിഗ്രി ഫാരൻഹീറ്റ് ടു 46 ഡിഗ്രി ഫാരൻഹീറ്റ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ചോദിക്കാറുണ്ട്. ടെമ്പറേച്ചർ റേഞ്ച് ഒരു മെഡിക്കൽ റെഫ്രിജറേറ്ററിന്റെ ടെമ്പറേച്ചർ റേഞ്ച് എത്രയാണ്? 35 ഡിഗ്രി ഫാരൻഹീറ്റ് മുതൽ 46 ഡിഗ്രി ഫാരൻഹീറ്റ് വരെയാണെന്നുള്ളത് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ദിസ് മെഡിക്കൽ റെഫ്രിജറേറ്റർ വിച്ച് സെക്യൂർലി സ്റ്റോർ എ വൈഡ് റേഞ്ച്. ഒരുപാട് മെഡിസിൻസും കാര്യങ്ങളും വാക്സിൻസും ഒക്കെ നമുക്ക് വൈഡ് റേഞ്ച് ഓഫ് മെഡിസിൻസും വാക്സിൻസും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു റെഫ്രിജറേറ്ററിൽ ഈ കൃത്യമായിട്ടുള്ള ഒരു ടെമ്പറേച്ചർ റേഞ്ചിൽ 35 ഡിഗ്രി ഫാരൻഹീറ്റ് മുതൽ 46 ഡിഗ്രി ഫാരൻഹീറ്റ് വരെയുള്ള ആ ഒരു റേഞ്ചിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കി മെഡിക്കൽ റെഫ്രിജറേറ്റർ. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ ആണ് വാക്കർ. വാക്കറും പരിചയമുള്ളതല്ലേ? കണ്ടിട്ടില്ലേ വാക്കർ? A walker or walking frame is an instrument for elderly and disabled. രണ്ട് പ്രാവശ്യം വരുന്നുണ്ട് കേട്ടോ. എൽഡർ, ഡിസേബിൾഡ്, എൽഡർലി എന്ന് പറഞ്ഞിട്ട്. People who require extra support to maintain balance or stability while they walk. അപ്പൊ വാക്കർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ ഒരു വാക്കിംഗ് ഫ്രെയിം അല്ലെങ്കിൽ വാക്കർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഉപകരണമാണ് അല്ലെ. പ്രായമായവർക്കാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസേബിൾമെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും വൈകല്യങ്ങൾ സംഭവിച്ച ആളുകൾക്കൊക്കെ ഒരു എക്സ്ട്രാ സപ്പോർട്ട് നൽകുന്ന രീതിയിൽ അല്ലെ, അവരുടെ ബാലൻസ് ചെയ്ത് അവരുടെ ബോഡിയെ ബാലൻസ് ചെയ്യാനും എന്താണ് ആ ഒരു വാക്കിംഗ് സമയത്ത് നടക്കുന്ന സമയത്ത് ഒരു സ്റ്റെബിലിറ്റി കിട്ടാനും ബാലൻസ് അറ്റൈൻ ചെയ്യാനൊക്കെ വേണ്ടി ഒരു എക്സ്ട്രാ സപ്പോർട്ട് നൽകുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് വാക്കർ. അപ്പൊ പേരിൽ നിന്ന് തന്നെ അറിയാലോ, വാക്കിങ്ങിന് വേണ്ടി സഹായിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി, വാക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ സ്റ്റെബിലിറ്റി, ആ ഒരു സ്ഥിരത അല്ലെങ്കിൽ ആ ഒരു ബാലൻസ് ഒക്കെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ സപ്പോർട്ട് നൽകുന്ന രീതിയിൽ ഉപയോഗിക്കുന്ന എൽഡർലി, പ്രായമായവരോ അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള വ്യക്തികളോ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് വാക്കർ അല്ലെങ്കിൽ വാക്കിംഗ് ഫ്രെയിം എന്ന് പറയുന്നത്. വായിച്ചു നോക്കിയേ ഇത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ട്രക്കിയോസ്റ്റോമി. ട്രക്കിയോസ്റ്റോമി എന്ന് പറഞ്ഞ പ്രൊസീജിയർ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ ഈ ഒരു പേര്? ഇല്ല, ഉണ്ട്. എവിടെയാ കേട്ടിരിക്കുന്നേ? എവിടെയാണ് കേട്ടിരിക്കുന്നത്? ഏതെങ്കിലും ചാപ്റ്റേഴ്സിൽ പഠിച്ചോ ട്രക്കിയോസ്റ്റോമി? വെന്റിലേറ്ററിൽ പഠിച്ചു. ഓക്കെ, ഇവിടെ ചില ആളുകളൊക്കെ പഠിച്ചിട്ടില്ല എന്നൊക്കെ കേട്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചതൊക്കെ അവിടെ വെച്ചിട്ട് പോവരുത് കേട്ടോ. നമ്മൾ ഓരോ ടേംസും പിന്നെയും കണക്റ്റഡ് ആണ്. അപ്പൊ എല്ലാ ചാപ്റ്ററുകളിലും ഇങ്ങനെയുള്ള ടേംസ് വരുന്ന സമയത്ത് അത് ഇവിടെ ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ ആരൊക്കെയോ എനിക്ക് പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ കേട്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ ആ ഒരു പിക്ചർ നോക്കിയാൽ മനസ്സിലാവും. നിങ്ങളുടെ പിക്ചർ കറക്റ്റ് ക്ലിയർ ആണോ എന്ന് വെച്ചിട്ട് അറിയില്ല. ഈ ഒരു പിക്ചറിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും
ആ ഒരു നെക്കിന്റെ ഭാഗത്ത് അല്ലെ, ആ ഒരു നെക്കിന്റെ ഭാഗത്ത് ഒരു മുറിവ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ് ട്രക്കിയോസ്റ്റോമി എന്ന് പറയുന്നത്. കൺസിസ്റ്റ് ഓഫ് മേക്കിംഗ് ആൻ ഇൻസിഷൻ ഓൺ ദ ആന്റീരിയർ പാർട്ട് ആസ്പെക്ട് ഓഫ് ദ നെക്ക്. നമ്മുടെ നെക്കിന്റെ മുൻഭാഗത്ത് അല്ലെ, ആ ഒരു മുൻഭാഗത്ത് ഒരു മുറിവുണ്ടാക്കുന്നു. ശസ്ത്രക്രിയയിലൂടെ ഒരു മുറിവുണ്ടാക്കുകയും അതിലൂടെ ഡയറക്റ്റ് എയർവേ ത്രൂ ഇൻസിഷൻ ഇൻ ദ ട്രക്കിയ, നമ്മുടെ ട്രക്കിയയില് കഴുത്തിന്റെ തൊട്ട് ഭാഗത്തുള്ള ആ ഒരു ട്രക്കിയയില് വലിയ രീതിയിൽ ഒരു മുറിവ്, ആ ഒരു ഇൻസിഷൻ ഉണ്ടാക്കി നമ്മൾ ആ ഒരു ലെൻസിലേക്കുള്ള ഒരു ഓപ്പണിങ്, ഒരു ഡയറക്റ്റ് എയർവേ ഓപ്പൺ ചെയ്ത് നിർത്തുന്നതിനെയാണ് ട്രക്കിയോസ്റ്റോമി. അപ്പൊ ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയോ കാര്യങ്ങളോ ഒക്കെ എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എമർജൻസി പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്, ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ് ട്രക്കിയോസ്റ്റോമി എന്ന് പറയുന്നത്. ഒരു ഇൻസിഷൻ നമ്മുടെ ആന്റീരിയർ ആസ്പെക്ട് ഓഫ് ദ നെക്കിന്റെ ആന്റീരിയർ ഭാഗത്ത് ഒരു മുറിവുണ്ടാക്കുകയും ശസ്ത്രക്രിയയിൽ ഒരു മുറിവുണ്ടാക്കുകയും അതിലൂടെ നമ്മുടെ ആ ഒരു ട്രക്കിയിലൂടെ നേരിട്ട് ആ ഒരു ലെൻസിലേക്ക് ഒരു എയർവേ ഓപ്പൺ ചെയ്ത് വെക്കുകയും ചെയ്യും. വേഗം ഒന്ന് വായിച്ചു നോക്കി ട്രക്കിയോസ്റ്റോമി. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ക്രച്ചസ്. കണ്ടിട്ടുണ്ടോ ക്രച്ചസ്? ഊന്നുവടികള്. ഓക്കെ, അപ്പൊ പല രീതിയിലുള്ള ക്രച്ചസ് കണ്ടിട്ടുണ്ടാവും അല്ലെ. ക്രച്ചസ് ആർ എ കൈൻഡ് ഓഫ് വാക്കിംഗ് എയ്ഡ് that help to enhance the size of an individual's base of support. അപ്പൊ ഇവിടെ ക്രച്ചസ് എന്ന് പറഞ്ഞാല് വാക്കിംഗ് എയ്ഡ് തന്നെയാണ്. നമ്മൾ വാക്കേഴ്സ് യൂസ് ചെയ്യുന്നത് പോലെ തന്നെ നടക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന പലതരം ക്രച്ചസ് ഉണ്ട് അല്ലെ. help to enhance the size of an individual's base support. ഒരു ബേസ് സപ്പോർട്ട് ആണ് ശരിക്കും നൽകുന്നത്. They carry weight from the legs to the upper body and are many a time used by people who are unable to allow their legs to support their weight, from short-term injuries to long-lasting ആയിട്ടുള്ള ഡിസബിലിറ്റീസ്. അപ്പൊ നിങ്ങൾ കണ്ടു കാണും, വളരെ ഷോർട്ട് ടേം ആയിട്ടുള്ള ഇപ്പൊ കുറച്ച് എന്തെങ്കിലും ആക്സിഡന്റോ കാര്യങ്ങളോ കുറച്ച് നാളത്തേക്ക് പരിക്കേറ്റ് അത് ഒരു റിക്കവർ ആവുന്നത് വരെ ആളുകള് ഈ പറയുന്ന ക്രച്ചസ് യൂസ് ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസബിലിറ്റി ഉള്ള ആളുകൾ, വൈകല്യങ്ങളുള്ള ആളുകളും ഈ ക്രച്ചസ് യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഇവിടെ സാധാരണ ശരിക്കും നമ്മുടെ ലെഗ്സിന് നമ്മുടെ വെയിറ്റ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പ്രധാനമായിട്ട് നമ്മുടെ കാലുകൾക്ക് നമ്മുടെ അപ്പർ ബോഡിയിലുള്ള ആ ഒരു അപ്പർ ബോഡി, നമ്മുടെ ലെഗ്സിന്റെ മുകളിലിട്ടുള്ള അപ്പർ ബോഡിയിലെ വെയിറ്റ് താങ്ങാനായിട്ട് പറ്റുന്നില്ല. അത്തരം സന്ദർഭങ്ങളിൽ അത്തരം ആളുകൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാക്കിംഗ് എയ്ഡ് ആണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്, ക്രച്ചസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്രച്ചസ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു ബോഡി, ലെഗ്സിന് മുകളിലേക്കുള്ള ആ ഒരു അപ്പർ ബോഡിയുടെ വെയിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്രച്ചസിന്റെ സഹായത്തോടു കൂടി നമുക്ക് ആ സപ്പോർട്ടോടു കൂടി താങ്ങാനായിട്ട് പറ്റും. അങ്ങനെ കാലുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളുള്ള ആളുകളാണ് പ്രധാനമായിട്ടും ഇത് യൂസ് ചെയ്യുന്നത്. ഇതൊരു വാക്കിംഗ് എയ്ഡ് ആണ്. സാധാരണയായിട്ട് നമ്മുടെ ബോഡി വെയിറ്റ്, നമ്മുടെ ലെഗ്സിനും അതിന് മുകളിലേക്കുള്ള അപ്പർ ബോഡി ഏരിയയുടെ ആ ഒരു വെയിറ്റിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ കാലുകൾക്ക് അത് സപ്പോർട്ട് മെക്കാനിസം അല്ലെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യാനായിട്ട് കഴിവില്ലാതെ വരുന്ന സമയത്ത് ആളുകൾ ഉപയോഗിക്കുന്നത്. ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ ഷോർട്ട് ടേം ആയിട്ടുള്ള ഇഞ്ചുറീസുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നവരുണ്ട്, ലോങ് ടേം ആയിട്ടുള്ള ഡിസബിലിറ്റി അല്ലെങ്കിൽ വൈകല്യവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഇനി ഇത് 3 ടൈപ്പാണ് ഇവിടെ പറയുന്നത്. 3 ടൈപ്സ് ഉണ്ട്. ആക്സിലറി എന്നാണ് കേട്ടോ അത്. ആക്സിലറി ക്രച്ചസ് എന്നാണ് ആ ഒരു പിക്ചറിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ആക്സിലറി ക്രച്ചസ് ഉണ്ട്, എൽബോ ക്രച്ചസ് ഉണ്ട്, ഗട്ടർ ക്രച്ചസ് ഉണ്ട്. അതിൽ ആക്സിലറി ക്രച്ചസ് എന്ന് പറഞ്ഞാല് നിങ്ങൾ കണ്ടു കാണും, നമ്മുടെ കക്ഷത്തിന്റെ ഭാഗത്ത് നമുക്ക് വെച്ചിട്ട് പോവാൻ പറ്റുന്ന രീതിയിൽ കണ്ടിട്ടില്ലേ ആ ഒരു ടൈപ്പ് ഇല്ലേ? അതാണ് ആക്സിലറി ക്രച്ചസ് എന്ന് പറഞ്ഞാൽ. എൽബോ ക്രച്ചസ് എന്ന് പറഞ്ഞാല് നമ്മുടെ കൈമുട്ടിന്റെ ആ ഒരു ഭാഗത്ത് അല്ലെ, കൈമുട്ടിന്റെ ആ ഒരു ഭാഗത്ത് ഫിക്സ് ചെയ്ത് നടക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് എൽബോ ക്രച്ചസ്. അതും കണ്ടു കാണുമായിരിക്കും അല്ലെ. ഗട്ടർ ക്രച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് നമ്മുടെ കൈമുട്ട് കൊണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് കൈമുട്ടിന്റെ ഇങ്ങോട്ട് അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വീക്കാണ്, അല്ലെങ്കിൽ എൽബോ നമ്മുടെ കൈമുട്ട് ബലക്കുറവുണ്ട്, ഹാൻഡ്സിന് ബലക്കുറവുണ്ട്, പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കൈത്തണ്ട് അല്ലെങ്കിൽ ട്വിസ്റ്റ് ആണുള്ളത്, അത്തരത്തിലുള്ള പേഷ്യൻസിന് ബലം കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും.
അപ്പൊ അതുകൊണ്ട് തന്നെ ഗട്ടൽ ക്രച്ചസ് ആയിരിക്കും അവർ ഉപയോഗിക്കുക. ഗട്ടൽ ക്രച്ചസ് എന്ന് പറഞ്ഞാൽ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് പോലെ കൈ എന്ത് ചെയ്യാം, അതായത് ആ മുട്ടിന്റെ താഴേക്ക്, കൈയുടെ ആ ഒരു കൈമുട്ടിന്റെ താഴേക്കുള്ള ഭാഗം നമുക്കൊരു സ്റ്റാൻഡ് പോലെ നമുക്കിങ്ങനെ എന്ത് ചെയ്യാം, വെക്കാം. അതിനുശേഷം അവിടെ ഒരു ഗ്രിപ്പ് പിടിച്ച് കൊടുത്തിട്ടുണ്ടാവും, ഒരു ഹാൻഡിൽ പോലെ കൊടുത്തിട്ടുണ്ടാവും. അതിൽ പിടിച്ച് നമുക്ക് നടക്കാവുന്ന രീതിയിലാണ് ഗട്ടൽ ക്രച്ചസ് വന്നിരിക്കുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കി. ക്രച്ചസ് ആക്സിലറി ക്രച്ചസ് എന്നാണ് കേട്ടോ. അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ആക്സിലറി എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് കാർഡിയാക് മോണിറ്റർ. കാർഡിയാക് മോണിറ്റർ എന്ന് പറഞ്ഞാൽ ഇസ് ആൻ എക്യുപ്മെന്റ് ദാറ്റ്, കണ്ടിട്ടില്ലേ കാർഡിയാക് മോണിറ്റർ? ഈ ഒരു ഉപകരണം കണ്ടിട്ടില്ലേ? Okay, so cardiac monitor is an equipment that exhibit the electrical and pressure waveforms of the cardiovascular system for measurement and treatment. അപ്പൊ അവിടെ നമ്മുടെ ഹൃദയത്തിന്റെ വൈദ്യുത സമ്മർദ്ദ തരംഗങ്ങൾ എത്രത്തോളമാണ്, അവിടെ എത്രത്തോളം പ്രഷർ ഉള്ള, ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, ഇതൊക്കെ ആ ഒരു ഹാർട്ടുമായി ബന്ധപ്പെട്ടും അതുമായി ബന്ധപ്പെട്ട് ബ്ലഡ് വെസൽസുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നത് കൃത്യമായിട്ട് നമുക്ക് മെഷർമെന്റ് എടുക്കാനും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് കാർഡിയാക് മോണിറ്റർ. Parameters particular to respiration function can also be calculated. റെസ്പിറേഷനുമായി, ശ്വസനവുമായി ബന്ധപ്പെട്ട മറ്റു പല ഘടകങ്ങളും നമ്മളിവിടെ എന്ത് ചെയ്യാറുണ്ട്, മെഷർ ചെയ്യാറുണ്ട്. ഇപ്പൊ ബിപിയും കാര്യങ്ങളും ബ്ലഡ് പ്രഷറും കാര്യങ്ങളും ഒക്കെ നമ്മളിവിടെ മെഷർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു സിസ്റ്റോളിക് ഡയസ്റ്റോളിക് പ്രഷർ കാര്യങ്ങൾ, അതിന്റെ വേരിയേഷൻസ് ഉണ്ടാവുന്നുണ്ടോ, ഹാർട്ട് ബീറ്റിൽ വേരിയേഷൻസ് ഉണ്ടാവുന്നുണ്ടോ, ആ വൃദ്ധത്തിൽ വേരിയേഷൻ ഉണ്ടോ, അതൊക്കെ നമുക്ക് ഈ ഒരു കാർഡിയാക് മോണിറ്റർ ഉപയോഗിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻ എമർജൻസി റൂമുകളില്, അതുപോലെ ക്രിട്ടിക്കൽ കെയർ ഏരിയാസ്, അതായത് പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻസ്, ഓപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള പേഷ്യൻസിന്, പേഷ്യൻസ് വിത്ത് ക്രിട്ടിക്കൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്, ഇലക്ട്രോലൈറ്റ്സ് നമ്മുടെ സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, മാഗ്നീഷ്യം മുതലായ ഇലക്ട്രോലൈറ്റ്സിന്റെ ഇംബാലൻസ് അല്ലെങ്കിൽ സ്ഥിരതയില്ലായ്മയുമായി ബന്ധപ്പെട്ടുള്ള അങ്ങനെയുള്ള പേഷ്യൻസിന്, സ്റ്റേബിൾ ആയിട്ടുള്ള, അതായത് അവരുടെ വൈറ്റൽ സയൻസ് ഒക്കെ അബ്നോർമൽ ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവും. അത്തരം പേഷ്യൻസിനൊക്കെയാണ്, അങ്ങനെയുള്ള കണ്ടീഷൻസിലുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ സാധാരണയായിട്ട് കാർഡിയാക് മോണിറ്ററിന്റെ ഉപയോഗം വരുന്നത്. ഇപ്പൊ പ്രധാനമായിട്ടും എമർജൻസി റൂമുകളിൽ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കെയർ കൊടുക്കുന്ന ഏരിയാസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കാണ് കാർഡിയാക് മോണിറ്ററുകൾ ഉപയോഗിക്കാറ്. അവിടെ നമുക്ക് അത്തരം പേഷ്യൻസിന്റെ ഹാർട്ടുമായി ബന്ധപ്പെട്ട ഇലക്ട്രിക്കൽ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, പ്രഷറുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നമുക്കൊരു വേവ് ഫോമിൽ, അതെ ICU യൂസ് ചെയ്യാറുണ്ട്. അതായത് ക്രിട്ടിക്കൽ കെയർ ഏരിയ എന്ന് പറയുമ്പോൾ ICU ഒക്കെ വരുന്നുണ്ടല്ലോ. അത്തരം ഏരിയാസിൽ അല്ലെങ്കിൽ എമർജൻസി റൂമുകളില്, എമർജൻസി സിറ്റുവേഷൻസിൽ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഒരുപാട് ഒബ്സർവേഷൻ ആവശ്യമായി വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള പേഷ്യൻസ് ആണ്, അല്ലെങ്കിൽ നമുക്ക് സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ്, വളരെ ശ്രദ്ധ നല്ല രീതിയിൽ ആവശ്യമായി വരുന്നുണ്ടെങ്കിൽ അത്തരം പേഷ്യൻസിന്റെ അവരുടെ ഹാർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരുടെ ഹാർട്ട് ബീറ്റിൽ വ്യത്യാസം ഉണ്ടോ, ഹൃദയത്തിൽ വ്യത്യാസം വരുന്നുണ്ടോ, ബ്ലഡ് പ്രഷറിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ, ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു പൾസിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ഈ ഒരു കാർഡിയാക് മോണിറ്ററിന്റെ സഹായത്തോടു കൂടി മെഷർ ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാനും സാധിക്കുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കി കാർഡിയാക് മോണിറ്റർ. ഓക്കെ, ലാസ്റ്റ് വൺ ആണ് ട്രാക്ഷൻ എന്ന് പറയുന്നത്. ആ ഒരു പിക്ചർ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ കെട്ടിത്തൂക്കി വെയിറ്റ് ഇട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ കണ്ടിട്ടുണ്ടോ കുറച്ചു പേര്? അത് ഒന്നില്ലെങ്കിൽ നമ്മുടെ ബോൺസുമായി ബന്ധപ്പെട്ട്, ബോൺസ് ബ്രോക്കൺ ആയിട്ട് പൊട്ടിയിട്ടുള്ള ബോൺസ് അല്ലെങ്കിൽ പൊട്ടിയിട്ടുള്ള എല്ലുകൾ അല്ലെങ്കിൽ ബോൺസ് ഒക്കെ നേരെയാക്കുന്നതിന് വേണ്ടി ഇത് ചെയ്യാറുണ്ട്. സെറ്റ് ഓഫ് മെക്കാനിസം ആണ്. അതുപോലെ അല്ലെങ്കിൽ നമ്മുടെ സ്പൈനും ബോൺസുമായി ബന്ധപ്പെട്ട
പെയിന് അല്ലെങ്കിൽ പ്രഷർ ഒക്കെ റിലീവ് ചെയ്യാൻ, ആ ഒരു പ്രഷർ മർദ്ദമൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടി ഇത്തരം ആ ഒരു മെക്കാനിസം ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ കാലിന്റെയോ കൈയുടെയൊക്കെ ഡിസ്ലൊക്കേഷൻ, കാലിന്റെ പ്രധാനമായിട്ടും കാലിന്റെയൊക്കെ കുഴതെറ്റുക നമ്മൾ പറയില്ലേ, ഹിപ്പിന്റെ അവിടുത്തെ ജോയിന്റ്സ് ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ടും ഇതുപോലെ വെയിറ്റ് ഒക്കെ ഇടാറുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഈ ഒരു പ്രൊസീജിയർ സാധാരണയായിട്ട് 2 ടൈപ്പ് ഓഫ് ട്രാക്ഷൻസ് ആണുള്ളത്, സ്കിൻ ട്രാക്ഷനും സ്കെലിറ്റൽ ട്രാക്ഷനും. നമ്മൾ ഓർത്തോപെഡിക് മെഡിസിന്റെ നമ്മൾ അറിയാലോ, ഓർത്തോ വാർഡുകളിൽ ചെല്ലുമ്പോഴല്ലേ നിങ്ങൾ ഇത് കാണാറ്, ഓർത്തോ ഡിപ്പാർട്ട്മെന്റിൽ ചെല്ലുമ്പോഴല്ലേ ഇങ്ങനെയുള്ള പേഷ്യൻസിന് എല്ലുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തോ എന്ന് പറയുന്ന ഓർത്തോപെഡിക് ഡിപ്പാർട്ട്മെന്റിലാണല്ലോ പോകുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു സെറ്റ് ഓഫ് മെക്കാനിസം ആണ്. 2 ടൈപ്പ് ഓഫ് ട്രാക്ഷൻ ഉണ്ട്, സ്കിൻ ട്രാക്ഷനും സ്കെലിറ്റൽ ട്രാക്ഷനും. സ്കിൻ ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യത്യാസം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. സ്കിൻ ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ടിഷ്യൂസിനെയോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള പൊട്ടലോ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ അത് നേരെയാക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് അതിന്റെ ബോൺസോ കാര്യങ്ങളോ ഒന്നും നേരിട്ട് ചെയ്യുന്നില്ല. മറിച്ച് ആ ഒരു സ്കിൻ ഏത് ഭാഗത്താണോ നമുക്ക് അത് വന്നിരിക്കുന്നത് അതിന്റെ മുകളിൽ അഡസീവ് ആയിട്ടുള്ള ബാൻഡേജുകൾ ചുറ്റിയിട്ട് ആ ബാൻഡേജിൽ നിന്ന് വെയിറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഘടിപ്പിച്ച് ഇടുന്നു. അതാണ് സ്കിൻ ട്രാക്ഷൻ. അപ്പൊ അത് കുറച്ചും കൂടി അത്ര ബുദ്ധിമുട്ടില്ലാത്ത, സിവിയറിറ്റി ഇല്ലാത്ത കണ്ടീഷനിലാണ് നമ്മൾ സ്കിൻ ട്രാക്ഷൻ ചെയ്യുക. ഇനി സ്കെലിറ്റൽ ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി സിവിയർ ആയിട്ടുള്ള ബോൺസിന് വളരെ നല്ല രീതിയിൽ പരിക്കുകൾ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ പെയിനോ കാര്യങ്ങളോ ഒക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് നമുക്ക് എത്ര എളുപ്പത്തിൽ അത് ഭേദമാക്കണമെങ്കിൽ സ്കെലിറ്റൽ ട്രാക്ഷൻ ചെയ്യാം. അതിൽ നിന്ന് കൃത്യമായിട്ടുള്ള വെയിറ്റും കാര്യങ്ങളൊക്കെ ഇടും, അല്ലെങ്കിൽ ഇത്ര ഉയരത്തിൽ പൊക്കിയൊക്കെ ഇടും, കെട്ടിയൊക്കെ വെച്ചിടും. അപ്പൊ ഇവിടെ സ്കെലിറ്റൽ ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നേരിട്ട് അവരുടെ ബോൺസിലേക്ക് നേരിട്ട് സർജറിയിലൂടെ തന്നെ അനസ്തീഷ്യ ഒക്കെ കൊടുത്തിട്ട് അല്ലെങ്കിൽ സെഡേഷൻസ് കൊടുത്തിട്ട് അവരുടെ ബോൺസിലേക്ക് നേരിട്ട് സ്ക്രൂവും മറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് അതിൽ നിന്നാണ് നമ്മൾ ആ ഒരു വെയിറ്റും കാര്യങ്ങളൊക്കെ ഹാങ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ള രീതി ശരിക്കും സ്കെലിറ്റൽ ട്രാക്ഷൻ ആണ്. പക്ഷെ എല്ലാ കേസുകളിലും നമ്മൾ സ്കെലിറ്റൽ ട്രാക്ഷൻ യൂസ് ചെയ്യാറില്ല. അപ്പൊ ചെറിയ രീതിയിലുള്ള സോഫ്റ്റ് ടിഷ്യൂവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അത്ര വലിയ രീതിയിലുള്ള പൊട്ടലോ കാര്യങ്ങളോ ഫ്രാക്ചേഴ്സ് ഇല്ല എങ്കിൽ നേരെയാക്കാൻ വേണ്ടി നമ്മൾ സ്കിൻ ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ മുകളിൽ ആ ഒരു ബാൻഡേജ് ചുറ്റിയിട്ട് അതിൽ നിന്നാണ് നമ്മൾ ഘടിപ്പിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സ്കിന്നിലേക്കോ അല്ലെങ്കിൽ ബോൺസിലേക്കോ നേരിട്ട് നമ്മൾ കണക്റ്റഡ് ആക്കുന്നില്ല. അതേസമയം സ്കെലിറ്റൽ ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നേരിട്ട് ആ ഒരു ബോൺസിലേക്ക് സ്ക്രൂയും മറ്റു പിന്നും കാര്യങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് മുറിവുകൾ ഉണ്ടാക്കി സർജറി നടത്തിയിട്ട് തന്നെ നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യുന്നു, ഘടിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ അതിൽ നിന്നാണ് നേരിട്ട് ആ ഒരു ഹാങ്ങിങ് അല്ലെങ്കിൽ വെയിറ്റുകൾ വരുന്നത്. മനസ്സിലായോ? അപ്പൊ ലാസ്റ്റ് വൺ ആണ് ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതൊരു സെറ്റ് ഓഫ് മെക്കാനിസം ആണ്. ബോൺസ്, ബ്രോക്കൺ ആയിട്ടുള്ള ബോൺസിനെ സ്ട്രെയിറ്റൻ ചെയ്യാൻ, അതുപോലെ തന്നെ സ്പൈൻസിനും ബോൺസിനും ഉണ്ടാകുന്ന പ്രഷറിനെ കുറയ്ക്കാനും വേണ്ടി ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് മെക്കാനിസം ആണ്. 2 ടൈപ്പ് ഉണ്ടെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. എന്താണെന്നൊന്നും ചോദിക്കില്ല, ജസ്റ്റ് പറഞ്ഞു തന്നുള്ളൂ സാർ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇതൊന്ന് വായിച്ചിട്ട് വരാം. അപ്പൊ നമ്മുടെ മെഡിക്കൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അതിന് മുൻപായിട്ട് ഇത് ഒന്ന് വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.